ഹായ് ആർജി ആൻഡ് സൂര്യ വ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പൈനാപ്പിൾ സീസൺ അല്ലേ ഇപ്പോൾ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു പൈനാപ്പിൾ റവ കേസരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് റവ ഇടണം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാൻ അതിനായിട്ട് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വറുത്തെടുക്കണം. നമുക്കിത് ഒരു ഗോൾഡൻ കളർ ആവുന്ന പരുവാണ്. അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. റവ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് നമുക്ക് ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ പ്യൂരി ചേർക്കാം. അത് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പൈനാപ്പിൾ നന്നായി പഴുത്ത പൈനാപ്പിൾ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്താണ്. ഇതുകൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വേകാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ചൊന്ന് വെന്ത് വരണം. വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കണം. അടുക്കി പിടിക്കുകയോ കട്ട പിടിക്കുകയോ ചെയ്യരുത്. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. ഫുഡ് കളർ ചേർക്കാം. യെല്ലോയോ. ഞാനത് ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കളർ വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഓപ്ഷനിലാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൈനാപ്പിളൂടെ അരിഞ്ഞു വെച്ചത് ഇടാം. കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കണം. അടി പിടിക്കാതെ നെയ്യ് നല്ലപോലെ തൂക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ ഇടാം. കുറച്ച് ചെറിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അടിക്ക് പിടിക്കാതെ നല്ലപോലെ ഇളക്കണം. പാനിൽ നിന്ന് വിട്ട് വരുന്നതാണ് പരുവം. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നെയ്യ് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം, അടുക്കി പിടിക്കാതെ. അങ്ങനെ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ പാനിൽ നിന്ന് അടി കണ്ടില്ലേ, വിട്ട് വരുന്ന ഇതാണ് പരുവം. ഇങ്ങനെ നമുക്ക് കിട്ടണം. അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഏത് ഷേപ്പിൽ എടുക്കണോ ആ ഷേപ്പിനനുസരിച്ചുള്ള ബൗൾ എടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്.
പാത്രത്തിലോട്ട് മാറ്റണം. ചൂടാറട്ടെ. ചൂടാറിയിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ഈ ബൗളിൽ നിന്ന് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. റവ കേസരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വീഡിയോയുടെ അടുത്ത എപ്പിസോഡിലേക്ക് വരാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.